ഓം ഗുരവേ നമഃ. പ്രിയമുള്ളവരെ, ഗുരു ഫിലോസഫി പഠനം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ 21ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ വേദാന്ത സൂത്രത്തിൻ്റെ സംഗ്രഹമായി നമ്മൾ പരിശോധിച്ചു വന്ന 12 സൂത്രങ്ങളിൽ 12ാമത്തെ സൂത്രം ഇന്ന് ഈ വീഡിയോയിൽ പറയുകയാണ്. ആ സൂത്രം ഇങ്ങനെയാണ്: മത്തോ നാന്യ. മത്തോ നാന്യ, അതിൻ്റെ അർത്ഥം എന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. എന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, തസ്ത്വമസി എന്നും കേട്ടിട്ടുണ്ട്. അത് നീ തന്നെയാണ്. എൻ്റെ രണ്ടിൻ്റെ സാരം അതാണ്. ഒന്നിൽ നീ ബ്രഹ്മമാകുന്നു, മറ്റതിൽ നീ അതാകുന്നു. ഇവിടെ ഗുരു പറയുന്നത് കുറേ കൂടി ആഴത്തിലാണ്. നിന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളും നമ്മുടെ അനുഭവങ്ങളും, നാം കാണുന്ന മറ്റ് മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും, ഇവയെല്ലാം നമ്മിൽ നിന്ന് അന്യമല്ല. ഈ ഒരു ബോധമാണ് മനുഷ്യരായ നമുക്കുണ്ടാകണമെന്ന് ഗുരു ആഗ്രഹിക്കുന്നത്. ആ ബോധം മനസ്സിൽ ഉറച്ച് അതിനനുസരിച്ച് തൻ്റെ ജീവിതം നയിച്ച ലോകത്തെ ഏറ്റവും മഹാന്മാരായ വ്യക്തികളിൽ മഹാൻ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു, അവിടുന്ന് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. തന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇങ്ങനെയൊരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകുകയാണ് എങ്കിൽ എന്തൊരു മാറ്റമായിരിക്കും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും ലോകത്താകെയും ഉണ്ടാകുക. ഭേദചിന്തകളൊന്നുമില്ല. എന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. എല്ലാം ഞാൻ തന്നെയാണ്. അവയെല്ലാം തന്നെ എന്നെപ്പോലെ തന്നെയാണ്. എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ ഞാനാണ് എന്നൊരു ഭാവമുണ്ട്. അങ്ങനെ പറഞ്ഞ ആളുകൾ പലയിടത്തും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല. എന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആരെയെങ്കിലും കൊല്ലണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഉപദ്രവിക്കണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ദർശനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കടപ്പും അതിന് നീക്കവും എല്ലാം. അതിരിക്കട്ടെ. ഗുരു പറഞ്ഞത് മത്തോ നാന്യ. അത് തുടക്കം മുതൽ 11 ശ്ലോകങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അതിലേക്കാണ് ഗുരു പതുക്കെ നമ്മളെ കൊണ്ടുവന്നത്. ഇതം ബ്രഹ്മയേവ, ജഗത്ത് ബ്രഹ്മമാണ്. അഹം ബ്രഹ്മയേവ, ജീവൻ ബ്രഹ്മമാണ്. അസ്യച പ്രകൃതി, പ്രപഞ്ചം ബ്രഹ്മമാണ്. തജ്ജ്യോതി, ബ്രഹ്മം ജ്യോതിസ്വരൂപമാണ്. തേനേതം പ്രജ്വലിതം, എല്ലാത്തിനെയും പ്രകാശിക്കുകയും സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുകയും എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് ബ്രഹ്മമാണ്. ആ ഇതി ബ്രഹ്മൈവ, എല്ലാ അനുഭവങ്ങളും ബ്രഹ്മമാണ്. അഹം തത്, ജീവാത്മാ പരമാത്മാ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. അഹമസ്മി, ജീവാത്മാ ജഗത്ത് ഐക്യത്തെ സൂചിപ്പിക്കുന്നു. ആത്മന്യത് കിഞ്ചൻ നാസ്തി, ആത്മാവിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. മത്തോ നാന്യ, ആത്മാവ് മാത്രമാണുള്ളത്. ആത്മാവിൻ്റെ നിലനിൽപ്പ് അതിൽ നിന്ന് തന്നെയായതുകൊണ്ട് അത് മാത്രമാണ് സത്യം. എല്ലാ ദൃശ്യങ്ങളും നിലനിൽക്കുന്നത് ആകാശത്തിൽ, ആകാശം നിലനിൽക്കുന്നത് ആത്മാവിൽ, ആത്മാവ് നിലനിൽക്കുന്നത് സ്വന്തം മഹിമാവിൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഉറച്ചാൽ നമുക്കൊരു കാര്യം ബോധ്യമാണ്: ഞാൻ അതിൻ്റെ ഭാഗം തന്നെയാണ്. എന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതല്ല ഇതൊക്കെ. ഈ ബോധമാണ് നമ്മുടെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഇന്ന് ഈ ബോധത്തിലേക്ക് നാം എത്തിയിട്ടില്ല. പല വഴിക്ക് നമ്മളെ വഴിതിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. നാം അതിൻ്റെയൊക്കെ ഇരകളായി ജീവിക്കുകയാണ്. മത്തോ നാന്യ എന്ന ഒരനുഭവം, ആ അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയരണം എന്നാണ് ഗുരു ഈ വേദാന്ത സൂത്രങ്ങളിലൂടെ
നമ്മളെ ഉപദേശിക്കുന്നത്, നമ്മളോട് ആഗ്രഹിക്കുന്നത്, നമ്മളോട് പറയുന്നതിൻ്റെയും പോലുള്ളത്. ഇത് നിങ്ങൾ വിശദമായി പരിശോധിക്കണം. ഇതിനൊരു മാർഗം ഞങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. തൽക്കാലം ഈ 12 ശ്ലോകങ്ങളുടെ അർത്ഥവും അത് കാണാതെ ചൊല്ലാൻ പഠിക്കുകയും നിങ്ങൾ അത് ചൊല്ലിക്കൊണ്ട് സ്വയം ദിവസേന ഒരു കൃത്യസമയത്ത് എപ്പോഴെങ്കിലും നിരന്തരമായി ധ്യാനം നടത്തുകയും ചെയ്യുക. ഇപ്പോൾ ധ്യാനം എന്ന ഒരു ഏർപ്പാട് നമുക്ക് ആർക്കുമില്ലല്ലോ. ആകെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഭക്തന്മാരാകുക, നിങ്ങൾ വഴിപാടുകൾ നടത്തുക, നിങ്ങൾ നേർച്ചകൾ നടത്തുക, നിങ്ങൾ എന്താ പിന്നെ എല്ലാ സ്ഥലത്തും പോയി ഇവരൊക്കെ കാണുക, അനുഗ്രഹം തേടുക, നിങ്ങളൊക്കെ ഒരു തരം ഇവരുടെ എല്ലാം പിന്നെ ഒരു അനുയായികളായി ജീവിച്ചാൽ മാത്രം മതി എന്ന ഉപദേശമാണ് നമുക്ക് നൽകുന്നത്. അതിന് ഭക്തിയുണ്ട്, പാരായണമുണ്ട്, തീർത്ഥാടനമുണ്ട്, ഈ വൈദിക കർമ്മങ്ങളുണ്ട്. ഇതെല്ലാ മതങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. ഗുരു പറഞ്ഞത് എന്നിൽ നിന്ന് അന്യമായ യാതൊന്നുമില്ല എന്ന ബോധ്യത്തിലേക്ക് ഓരോ മനുഷ്യനും ഉയരണം. അങ്ങനെ ഉയരുന്ന മനുഷ്യരുടെ ഒരു സമൂഹം എത്രയോ വിഭിന്നമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് കാണുന്ന ഈ യുദ്ധങ്ങളോ ഏറ്റുമുട്ടലുകളോ പണക്കൊതിയോ അധികാരക്കൊതിയോ അതോടെ അവസാനിക്കും. അതാ പറയുന്നത് ഗുരു ഫിലോസഫി എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യരുൾപ്പെടെ ഈ പ്രപഞ്ചത്തിനും ജഗത്തിനും ബ്രഹ്മത്തിന് എല്ലാത്തിനും ഭൂമിക്കും ഉൾപ്പെടെ എല്ലാം നിലനിന്ന് പോകണമെങ്കിൽ മനുഷ്യരാണ് ഈ കാര്യത്തിനെല്ലാം കുഴപ്പമുണ്ടാക്കുന്നത്. ഇന്ന് പത്രത്തിലൊരു വാർത്ത കാണുകയുണ്ടായി. കേരള കൗമുദിയിൽ വന്നെന്നും പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു. ഭൂമി ഇങ്ങനെ തിരിയുന്നത് സ്വന്തം അച്ചുതണ്ടിലാണല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ അച്ചുതണ്ട് ഏതാണ്ട് ഒരു 30 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നത്. എന്ത് അപകടകരമാണ്! മനുഷ്യൻ്റെ ഇടപെടലാണ്. ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ തകരാറിലാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുകയാണ്. ഇവിടെ മനുഷ്യൻ സ്വയം തിരുത്തപ്പെടണം. അതിന് പറ്റിയ തന്ത്രമാണ്, ഉപദേശമാണ്, മന്ത്രമാണ് ഗുരു നൽകിയത്. നിങ്ങൾ മത്തോ നാന്യ എന്ന ബോധത്തിലേക്ക് ഉയരണം. അങ്ങനെ ഉയരാൻ നിരന്തരമായ ധ്യാനം, ഈ 12 ശ്ലോകങ്ങളും മനസ്സിൽ ഓർത്തുകൊണ്ടുള്ള ധ്യാനം. ഇപ്പോൾ നിങ്ങൾക്ക് ധ്യാനം നടത്തണമെന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾ പറയും, എന്ത് നിങ്ങൾ ചൊല്ലും? ഏതെങ്കിലും ഒരു ദേവതയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയല്ല ധ്യാനം. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കലാണ്, നിന്റെ മനസ്സിനെ കേന്ദ്രീകരിക്കലാണ്, നിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കലാണ്. നിങ്ങളുടെ അനുഭവങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒക്കെ നിയന്ത്രിച്ച് നിങ്ങൾ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും തുടർന്ന് ജീവിക്കാനും കഴിയണമെന്നാണ്. അതിന് പ്രായഭേദമില്ല. അതിനാരെങ്കിലും എല്ലാവരും സന്യാസിമാരായി പോകണമെന്നുമില്ല. എല്ലാ മനുഷ്യർക്കും കഴിയും. അതാണ് ഗുരു ഈ 12 ശ്ലോകങ്ങളുടെ സംഗ്രഹത്തിലൂടെ നമ്മളോട് പറഞ്ഞത്. നിങ്ങളത് ധ്യാന ശ്ലോകങ്ങളായി പരിഗണിച്ച് പരിശീലിക്കണമെന്ന അഭ്യർത്ഥനയാണ് വയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ സമൂഹത്തിൽ ഉയർന്നു വരാനും നിലനിൽക്കാനും ഒക്കെ കഴിയും. അവരുടെ കുടുംബവും സമൂഹവും മെച്ചപ്പെടും എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ സമാപിപ്പിക്കുകയാണ്. ഇതിൻ്റെ മറ്റ് വിശദീകരണങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ വരും. അതിലല്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ 21ാമത്തെ വീഡിയോ വരെ, 17 മുതൽ 21ാമത്തെ വീഡിയോ വരെ ഈ പറഞ്ഞ ഈ ഗുരു ഫിലോസഫിയുടെ സംഗ്രഹം നിങ്ങൾ ശ്രദ്ധാപൂർവം പഠിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ എന്ന് സധൈര്യം പറയാൻ എനിക്ക് കഴിയും. അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.